അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാക്ഷി മാഗസിൻ മീറ്റ് ദ ലീഡേഴ്സിൻ്റെ 4ാമത്തെ എഡിഷനിലാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വഖഫിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ മതേതരത്വ ജനാധിപത്യ ഇന്ത്യ എന്നുള്ളത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എങ്കിൽ ഇന്ന് അതിൽ വ്യത്യസ്തതകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരൊറ്റ മതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള വ്യത്യസ്തമായ ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടും ഒരു മതത്തെ മാത്രം ഉന്നം വെച്ച് അവർക്ക് വേണ്ട എല്ലാവിധ ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വഖഫ് ബില്ലിനെ കുറിച്ചാണ്. നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് 23 വർഷക്കാലം വഖഫ് ബോർഡിൽ പ്രവർത്തിച്ച് സമ്പന്നമായ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഏറെ വർഷക്കാലമായിട്ട് ഓർഫനേജ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ അവറുകളെയാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് ലഭിച്ചിട്ടുള്ളത്. സ്വാഗതം സാർ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വഖഫ് ബില്ലിനെ കുറിച്ചാണ്. നമുക്കറിയാം, രാജ്യസഭയും പാർലമെൻറ്റ് 2 മന്ദിരങ്ങളും കടന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് ബില്ല്? ഈ ഒരു വഖഫ് ബില്ല് വരുന്നത് കൊണ്ട് നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കളിൽ എങ്ങനെയാണ് ഈ ഒരു വഖഫ് ബില്ല് സ്വാധീനിക്കാൻ പോകുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും പാസ്സാക്കപ്പെട്ട വഖഫ് ബില്ല് സ്വാഭാവികമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാലാകാലങ്ങളിലായി ഉപയോഗിച്ചു വരുന്ന വഖഫ് സ്വത്തുക്കളെ ദുർബലമാക്കാനും ബലഹീനമാക്കാനും ക്ഷീണിപ്പിക്കാനുള്ള ഒരു വലിയ നടപടിയാണ്. വഖഫ് എന്ന് പറയുന്നത് പദാനുപത തർജ്ജമ, സമ്പൂർണ്ണ അധികാരം അള്ളാഹുവിൽ നിക്ഷിപ്തമാക്കപ്പെട്ട വസ്തുവകകൾ എന്നുള്ളതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് നിയമങ്ങളിലും ശറഈ കാഴ്ചപ്പാടിലും വാക്കാൽ വഖഫ്, ഉപയോഗത്താലുള്ള വഖഫ്, ആധാരത്താലുള്ള വഖഫ്, അങ്ങനെ 3 തരം വഖഫുകളുണ്ട്. പുതിയ കേന്ദ്ര നിയമം അനുസരിച്ച് ഉപയോഗത്താലുള്ള വഖഫും വാക്കാൽ വഖഫും പുതിയ കേന്ദ്ര നിയമപ്രകാരം ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ 13ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലും ഒക്കെ ഉപയോഗിച്ച പല യൂസർ വഖഫും ഉപയോഗത്താലുള്ള വഖഫിനെ സംബന്ധിച്ചും അനാവശ്യമായ വാദങ്ങൾ ഉയർന്നു വന്ന് തർക്കങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. പ്രധാനമായും ഈ ഒരു വഖഫ് ഭേദഗതി ബില്ല് പുറപ്പെടുവിക്കുമ്പോൾ മുമ്പുള്ള വഖഫ് നിയമത്തിൽ നിന്ന് പ്രധാനമായിട്ടും എന്തെല്ലാം ഭേദഗതികളാണ് സർക്കാർ ഈ ഒരു ഭേദഗതിയിലൂടെ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യ പിറക്കുന്നതിന് മുമ്പ് തന്നെ മുസൽമാൻ വാലിഡേറ്റിംഗ് ആക്ടും പിന്നീട് 1954 സ്വതന്ത്ര ഇന്ത്യയിൽ വഖഫ് നിയമവും 1995 കാതലായ വഖഫ് നിയമം രൂപപ്പെടുകയും പിന്നീട് 2013 ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് റഹ്മാൻ ഖാൻ്റെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായ വഖഫ് ഭേദഗതികളോടുള്ള ബില്ലാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ ബില്ലിനകത്തുള്ള പല വ്യവസ്ഥകളും, ഉദാഹരണമായി വഖഫിൻ്റെ നിർവചനം അപകടപ്പെടുകയാണ്. വഖഫിൻ്റെ രജിസ്ട്രേഷൻ വഖഫ് ബോർഡിൽ നിന്ന് കലക്ടറിലേക്ക് മാറുകയാണ്. ഒരു മുസ്ലിമിനെ വഖഫ് ചെയ്യണമെങ്കിൽ പ്രാക്ടിക്കൽ മുസ്ലിം ആവണം 5 കൊല്ലം എന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വരെ എതിരാണ്. സ്വത്ത് സമ്പാദിക്കാനും ആർജിക്കാനും ക്രയവിക്രയം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിലവിലുള്ള നിയമത്തിൽ ഇസ്ലാം മതം വിശ്വസിക്കാത്ത ഒരാളിന് പോലും വിവിധ ഇനങ്ങളിലായി പള്ളിയായോ ഗ്രേവ്യാർഡായോ മഖബറയായോ ദർഗയായോ മുസാഫർ ഖാനയായോ അങ്ങനെ വിവിധ ഇനങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് വഖഫായി ഡൊണേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഈ നിയമത്തിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് 6 പേർ ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അസംബ്ലിയിൽ നിന്ന് മുസ്ലിം MLA-മാരുടെ കൂട്ടത്ത് നിന്ന് പ്രതിനിധികൾ, ഒരു സംസ്ഥാനത്തെ മുസ്ലിം MP-മാരുടെ കൂട്ടത്ത് നിന്ന് പ്രതിനിധി, ഒരു സംസ്ഥാനത്തെ ബാർ കൗൺസിലിൽ നിന്ന് മുസ്ലിം പ്രതിനിധി, അതിലുപരി ഒരു സംസ്ഥാനത്തെ 1 ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ള പള്ളികളുടെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുത്തവല്ലി പ്രതിനിധി. പുതിയ നിയമം ജനാധിപത്യ പ്രക്രിയ സമ്പൂർണ്ണമായി നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ
നോമിനേഷൻ വരികയാണ്. ആ നോമിനേഷൻ എന്ന് പറയുന്നത് ഫാസിസ്റ്റുകൾ ഭരിക്കുന്ന മഹാഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ നോമിനേഷനിലൂടെ സ്വാഭാവികമായി കടന്നു വരിക അവർക്ക് താല്പര്യമുള്ള ആളുകളാണ്. പിന്നെ ഒന്ന്, വഖഫ് ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള സെക്രട്ടറി റാങ്കിൽ ഇന്നത്തെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് അതത് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് 2 പേരുടെ പേരുകൾ സർക്കാരിലേക്ക് അയച്ചു കൊടുത്താൽ അതിൽ നിന്നൊരാളെ സർക്കാർ ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്ത് നിയമിക്കലാണ്. അത് മുസ്ലിം ആയിരിക്കണം. പുതിയ നിയമത്തിൽ അത് മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഈ നിയമത്തിൽ മറ്റൊരു സംഗതി, മുത്തവല്ലിമാരെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ ലംഘിക്കുക, മാനസികമായി വിഭ്രാന്തിക്ക് അടിമപ്പെടുക, രാജ്യം പാപ്പറായി പ്രഖ്യാപിക്കുക, ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുക എന്നിത്യാദി കാരണങ്ങളാണ്. പുതുതായി ചേർത്തത് UAPA നിയമപ്രകാരമുള്ള സംഘടനയിൽ അംഗമാവുക എന്ന് പറയുന്നതും മുത്തവല്ലി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കാരണമായി വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിലവിലെ വഖഫ് സ്ഥാപനങ്ങൾ മാർച്ച് 31 സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന മുറക്ക് അവരുടെ വരവ് ചെലവ് കണക്കുകൾ സംസ്ഥാന വഖഫ് ബോർഡിലാണ് അയച്ചു കൊടുക്കേണ്ടത്. സംഭാവന ഒഴിച്ച് ബാക്കി എല്ലാ ഇനത്തിനും വരിസംഖ്യ, കാർഷിക കാലാനുഭവങ്ങൾ, വാടക, അതുപോലെ കല്യാണവുമായി ബന്ധപ്പെട്ട ഫീസ്, കബറടക്കവുമായി ബന്ധപ്പെട്ട ഫീസ്, ഈ വകകളെല്ലാം കൂട്ടി 7% വിഹിതം ചുമത്തുന്നത്. പുതിയ നിയമം പറയുന്നത് അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിലേക്ക് അയക്കേണ്ടതാണ്. അയക്കാൻ വീഴ്ച വരുത്തുന്ന ആളുകൾക്ക് ക്രിമിനൽ കേസ് ചുമത്തി ജയിലിൽ അടക്കാവുന്നതാണ്. അങ്ങനെ കാതലായ ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് വഖഫിൻ്റെ നിർവചനത്തിലായിരുന്നാലും, വഖഫിൻ്റെ രജിസ്ട്രേഷനായിരുന്നാലും, വഖഫിൻ്റെ എക്സിക്യൂഷനായിരുന്നാലും, വഖഫ് ബോർഡിൻ്റെ ഘടനയായിരുന്നാലും, അങ്ങനെ സത്യം പറയാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആധാരശില എന്ന് പറയുന്ന വഖഫ് സ്ഥാപനങ്ങൾ, അത് പള്ളികളായാലും മദ്രസകളായാലും യത്തീംഖാനയായാലും ദർസായാലും അറബിക് കോളേജായാലും തൈക്കാവായാലും, ഈ വക വസ്തുക്കളെ സംബന്ധിച്ചെല്ലാം അതിനെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന, വികസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പരിപാലന ചുമതലയുള്ള, സൂപ്പർവൈസറി ചുമതലയുള്ള വഖഫ് ബോർഡിനെ അടക്കം നിർവീര്യമാക്കുന്ന നിയമമാണ് രാജ്യത്ത് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയത്. സാർ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും അവൻ ആഗ്രഹിക്കുന്ന മതം തിരഞ്ഞെടുക്കാനും അവൻ ആഗ്രഹിക്കുന്ന മതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ ഈ മുന്നോട്ട് വെച്ച ബില്ലിലൂടെ പറയുന്നു അവൻ 5 വർഷം മുസ്ലിം ആയിരിക്കണം, എന്നാലേ അവർക്ക് വഖഫായിട്ടൊരു ദാനം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളെ നിരാകരിച്ച് സർക്കാർ ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടുവരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് അവൻ ആഗ്രഹിക്കുന്ന മതപരമായ ആശയാദർശങ്ങൾ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും അതിനെ അനുധാവനം ചെയ്യാനും അതിനെ ഫോളോ ചെയ്യാനും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ അധികാരമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത ഏകദേശം 1332 വരുന്ന പേജിൽ ഈ നിയമം ഭരണഘടനയിലെ ഒരു അവകാശത്തെയും ഡിപ്രൈവ് ചെയ്യുന്നില്ല എന്നൊരു വാദം ഉയർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിച്ച പോലെ ഈ 5 കൊല്ലം മുസ്ലിം, പ്രാക്ടിക്കൽ മുസ്ലിം, ഇതാരാണ് തീരുമാനിക്കേണ്ടത്? ഇതിന് നിമിത്തമായ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ഷഹാത്ത് കലിമയിൽ ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ അവർക്ക് 5 നേരം അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവരൊരു കൊച്ചു കൂര അല്ലെങ്കിൽ ഒരു 2 സെൻറ്റ് ഭൂപ്രദേശം വഖഫ് ചെയ്യണമെങ്കിൽ ഈ നിയമം വലിയ കടമ്പയാണ്. 5 കൊല്ലം പൂർത്തിയായെങ്കിൽ മാത്രമേ ആ കൊച്ചു ഗ്രാമത്തിൽ പോലും ഒരു പള്ളി സ്ഥാപിക്കാൻ കഴിയുള്ളൂ. സാറ് 23 വർഷക്കാലമായിട്ട് വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗം എന്നുള്ള നിലക്ക് പ്രത്യക്ഷത്തിൽ സർക്കാർ ഒരു ബില്ല് പാസ്സാക്കിയത് ഈ അടുത്തായിട്ടാണ്. എങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ വഖഫിനെതിരെ സർക്കാർ തിരിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിന് മുമ്പ് ഏത് രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള വഖഫ് ബോർഡിനെതിരെയുള്ള പ്രതിസന്ധികൾ വന്നിരുന്നത്? അത് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ മോഡി ഭരണത്തിനിടയിൽ ഇന്ത്യയിലെ പ്രബല മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരായി ഈ ഒരു സംഭവമല്ല, നിരന്തരമായ സാമൂഹികമായ ഒരു ആക്രമണത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം പൗരത്തായി, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ ഓരോ വിഷയങ്ങൾ, ലവ് ജിഹാദായി, പാർലമെൻറ്റിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിൽ ലവ് ജിഹാദില്ലെന്നും കേരള ഹൈക്കോടതി ലവ് ജിഹാദില്ലെന്നും വെളിപ്പെടുത്തി. പിന്നീട് വരുന്നത് ഹിജാബാണ്. കർണാടകയിൽ ഹിജാബ് വിവാദം വന്നപ്പോൾ ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയപ്പെട്ടു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മാണ്ഡ്യയിലെ കോളേജിൽ
സ്കാഫിട്ട മഫ്തയിട്ട പെൺകുട്ടി മസ്കൻ ഖാൻ അള്ളാഹു അക്ബർ ചൊല്ലി കടന്നു വരുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഉണ്ട്. പിന്നീട് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റുകൾ തോക്കുന്നു. ഗുൽബർഗയിൽ നിന്ന് ഫാത്തിമ മഫ്തി സ്കാഫ് ഇട്ട് ജയിച്ച് അസംബ്ലിയിൽ MLA ആയിരിക്കുന്നു. ഇതൊക്കെ കർണാടകയുടെ ചിത്രമാണ്. പിന്നെ നമ്മൾ ഹലാൽ ഫുഡ് കണ്ട്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ വലിയ കലിമത്ത് തൗഹീദ് തന്നെ വർഗീയമാണെന്ന ആക്ഷേപങ്ങൾ കാണേണ്ടായി. പിന്നെ വരുന്നത് ഏക സിവിൽ കോഡ് പലയിടങ്ങളിൽ വിഷയം വന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ജാതിയും മതവും ഉപജാതിയുമായി എത്രയോ അവാന്തര വിഭാഗങ്ങളുണ്ട്. അവർക്കൊന്നുമില്ലാത്ത വിധം വിവാഹത്തിൽ സിവിൽ നിയമത്തിൽ ഇസ്ലാമിലെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി പാർലമെൻറ്റ് നിയമം പാസാക്കി. ഇസ്ലാമിലെ ഷറയിൽ 1+1+1 കമ്പാർട്ട്മെൻറ്റ് തലാഖാണ് എങ്കിൽ പോലും ക്രിമിനൽ കുറ്റമാക്കി. തുടരെ ഏറ്റവും അവസാനം പശുഗുണ്ടായിസം രാജ്യത്തിലെ ജനങ്ങളെ പച്ചക്കറി ഭക്ഷവും ഇറച്ചി ഭക്ഷവുമായി വേർതിരിച്ച് നിർത്തി പശുഗുണ്ടായിസത്തിൻ്റെ പേരിൽ അവസാനം ആര്യം മിശ്ര എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ കൊല ചെയ്ത് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ആര്യം മിശ്രയുടെ വീട്ടിലേക്ക് പോയ സനാതനവാദികളോട് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെന്തിനാണ് കൊന്നത്? മുസ്ലിമീങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ദുരന്തമാണ് ഈ പറയപ്പെടുന്ന വഖഫ് ബില്ല് എന്നത്. ഓരോ വിഷയങ്ങളും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങളോട് ഞാൻ ഇന്ത്യയിൽ സംസാരിക്കുന്ന ദിവസം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച എമ്പുരാൻ സിനിമയാണ് വലിയ വിവാദമായി എടുത്തത്. ആരോ തമാശക്ക് വാട്സപ്പിലിട്ട പോലെ പടച്ചോൻ കാത്തതാ മമ്മൂട്ടി ആയിരുന്നു നായകനെങ്കിൽ അത് ജിഹാദി ഫിലിമായി മാറിയാൽ പിന്നെ പഹൽഗാമായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വർഗീയവൽക്കരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ നിൽക്കുകയാണ് വഖഫ് ബിൽ. നമ്മൾ എടുത്തു നോക്കുമ്പോൾ വഖഫിനെതിരെ മുമ്പും പല ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാർ PSCക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. PSCക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു മതാടിസ്ഥാനങ്ങൾ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വഖഫ് ബോർഡിൽ ഒരാളെ നിയമിക്കുന്നത് PSCക്ക് വിട്ടുകൊടുക്കുമ്പോൾ ആ മതത്തോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. യഥാർത്ഥത്തിൽ PSCക്ക് വിട്ടുകൊടുക്കുന്നതിലുള്ള ധാർമ്മികത എന്താണ്? കേരള ഗവൺമെൻറ് കഴിഞ്ഞ മിനിസ്ട്രിയിൽ പബ്ലിക് സർവീസ് കമ്മീഷന് വഖഫ് നിയമനം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞൊരു വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ കാലത്ത് നമ്മുടെ ഈ സർക്കാരിൻ്റെ ആവശ്യത്തെ നിരാകരിച്ചതാണ്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള മേധാവിത്വമുള്ള സൂപ്പർമസിയുള്ള ഒരു ഗവൺമെൻറ് ബോർഡ് വന്ന കാലത്ത് ഈ വിഷയം നമ്മുടെ മുമ്പാകെ വന്നു. അതാണ് പിന്നീട് നിയമസഭയിൽ പാസ്സാക്കിയെടുക്കുന്നത്. വഖഫ് ബോർഡിനകത്ത് P. ഉബൈദുള്ള MLA, MC മായനാജി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിയോജനക്കുറിപ്പ് എഴുതി, ഡിസെൻ്റ് ചെയ്തു. ആ ഡിസെൻ്റ് പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് സഭയിൽ ബില്ല് വന്നത്. അപ്പോൾ പല ആളുകളും ചോദിച്ചു, നല്ല കാലിബറുള്ള യങ്ങർ ജനറേഷൻ വഖഫ് ബോർഡിലേക്ക് വരുന്നതിന് എന്തിനെ തടസ്സം നിൽക്കുന്നു? രണ്ട് കാര്യം സുപ്രധാനമാണ്. ഒന്ന്, ഞാനൊക്കെ വഖഫ് ബോർഡിലേക്ക് വരുമ്പോൾ വഖഫ് ബോർഡിൻ്റെ എറണാകുളത്ത് കോഴിക്കോട് മാത്രമാണ് ഓഫീസ്. ഇന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 8 ഓഫീസുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ ആ PSC അപ്പോയിൻമെൻറ്റിനെ എതിർത്തു എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട 3 സംഗതികൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുക. ഒന്ന്, കേന്ദ്രം പാസാക്കിയ പാർലമെൻറ്റ് നിയമത്തിൽ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി വഖഫ് ബോർഡാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് കേരളത്തിലെ വഖഫ് നിയമനം PSCക്ക് വിട്ടുകൊടുത്താൽ ഇതേ മാതൃകയിൽ ഇന്ത്യയിൽ മഹാഭൂരിഭാഗ സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംഘികൾ ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുക വഴി അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് ആ കാലത്ത് PSC നിയമന സമയകാലത്ത് അന്ന് മാധ്യമം, ചന്ദ്രിക, സുപ്രഭാതം ഈ 3 പത്രത്തിലും ഞാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ഒരു സംഗതിയാണ്. കാരണം ഇത് കേരള മാതൃകയാക്കി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ PSCക്ക് വിടുന്ന നിയമം BJP ഗവൺമെൻറ് പാസ്സാക്കി. 2. മൂന്നാമത്, ഇപ്പോഴത്തെ നിയമനം എന്ന് പറഞ്ഞാൽ വഖഫിലെ നിയമനം ഓപ്പൺ പോളിൽ മുഴുവൻ മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതിലൊരു അപകടം PSCക്ക് വിട്ടാൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ പാലോളി കമ്മീഷൻ 80-20, പിന്നീട് കേരള ഹൈക്കോടതിയിലെ ഒരു ക്രിസ്തീയ സഹോദരൻ്റെ കേസിൻ്റെ ബലത്തിൽ അത് 50-50 ആയി മാറി. അതുപോലെ നാളെ ഒരാൾ ചെന്ന് വഖഫ് നിയമനം PSCക്ക് വിട്ടാൽ അവിടെ മതാധിഷ്ഠിതമായ നിയമനം പാടില്ല എന്ന് ചോദ്യം ചെയ്യുകയും ഭാവിയിൽ അത് അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും എന്ന് വന്നാൽ നമുക്കിപ്പോൾ റിസർവേഷൻ അനുസരിച്ച് 100 നിയമനത്തിൽ 12 നിയമനം കിട്ടുന്നിടത്ത് വഖഫ് നിയമനം കൂടി ആ പൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വാഭാവിക നഷ്ടം കൂടി വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഇത് സമുദായ നേതാക്കളെ ബോധ്യപ്പെട്ടപ്പോഴാണ് സമുദായ നേതാക്കന്മാർ ഒന്നിച്ച് ഒരു സമരമുഖത്ത് വന്ന്
ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് നിയമസഭയിൽ ആ ബില്ല് ഇടതുപക്ഷ സർക്കാർ പിൻവലിച്ചത്. മുസ്ലിം സ്വത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ മുസ്ലിം വഖഫിൻ്റെ സ്വത്തിലേറെ നമുക്കറിയാം ക്രിസ്ത്യൻ മതാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ട്രസ്റ്റുകൾക്ക് കീഴിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ നിലവിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വഖഫ് ബില്ലിൽ മാത്രം ഈ രീതിയിലുള്ള പുതിയ തത്വങ്ങൾ നിയമിക്കുവാനും ഇത്തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരാനും കേന്ദ്രത്തിന് ഏത് രീതിയിലാണ് സാധിക്കുന്നത്? അതിൽ പ്രധാനമായ കാര്യം, ഇന്ത്യയിലെ മറ്റു മതങ്ങളെ സംബന്ധിച്ച്, ഹിന്ദു മതത്തെ സംബന്ധിച്ചോ ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ചോ വഖഫ് നിയമങ്ങൾ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന വിധത്തിൽ വളരെ ഏകീകൃതമായ, കേന്ദ്രീകൃതമായ ഒരു നിയമം ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രഥമ പരിഗണനീയമായ വസ്തുത. ഹിന്ദുസിനെ സംബന്ധിച്ച് ദേവസ്വത്തിന് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ടൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോഡിഫൈഡ് ചെയ്തിട്ട് ഒരു ഏകീകൃത ദേവസ്വം നിയമം ഇല്ല. ഇപ്പം കൊച്ചു കേരളത്തിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ഉൾപ്പെടെ 5 ദേവസ്വം ബോർഡ് കേരളത്തിലുണ്ട്. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരു ഏകീകരിച്ച നിയമം ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഈ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് ഒരു നിയമം വേണമെന്ന് VR കൃഷ്ണയ്യർ നേരത്തെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയ നിയമപരിഷ്കരണ കമ്മീഷൻ, പിന്നീട് ജസ്റ്റിസ് KT തോമസ് നിയമപരിഷ്കരണ കമ്മീഷൻ്റെ കാലത്തും ഈ ഒരു ആവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു 4 മാസം മുമ്പ് മദ്രാസ് ഹൈക്കോടതി ക്രിസ്തീയ സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ഒരു ചർച്ച് ആക്ട് അനിവാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ക്രിസ്തീയ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന രൂപതയുടെ മേലധ്യക്ഷന്മാർ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കാനൂൺ നിയമമാണ് ബാധകമെന്നാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായി തെക്കൻ കേരളത്തിലെ അങ്കമാലിയിലൊക്കെ നടന്ന വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അൽമായ സഭയുടെ പരാതിയും കേസും ഒക്കെ വന്നപ്പോൾ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ കേസ് വന്നു. അപ്പോൾ ക്രിസ്തീയ സ്വത്തുക്കൾക്ക് ഇപ്പോൾ എന്തില്ല, നിയമമില്ല. പക്ഷേ ചർച്ച് ആക്ട് ഈ സംഖ്യകൾ കൊണ്ടുവരും എന്നുള്ളത് ക്രിസ്ത്യൻ സഹോദരന്മാർ അറിയേണ്ടതുണ്ട്. കാരണം ആ ലൈനിലേക്കാണ് അവരുടെ അപ്രോച്ച്. സാറ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് കേന്ദ്രമന്ത്രി ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് എടുത്തു പറഞ്ഞ പേരായിരുന്നു മുനമ്പം എന്നുള്ളത്. നമുക്കറിയാം, മുനമ്പത്തിലേക്ക് സന്ദർശിക്കാൻ വരുമ്പോൾ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഈ മുനമ്പത്തിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ പോകുന്നതെന്ന്. അത് തിരുത്തി മാറ്റി പറയുകയായിരുന്നു മന്ത്രി ചെയ്തത്. അപ്പോൾ മന്ത്രി അന്ന് തിരുത്തി പറഞ്ഞത് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ നിങ്ങൾ നിയമത്തിന് വേണ്ടിയിട്ട് ഇനിയും സമരം ചെയ്യേണ്ടി വരും, പോരാടേണ്ടി വരുമെന്നാണ്. അന്ന് ഉയർത്തിപ്പിടിച്ചിരുന്ന മുനമ്പം എന്നുള്ള വിഷയത്തെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു വിഷയം മാറ്റി പറയുന്നതിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതിൽ വേറെ കാര്യം, ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കിരൺ റിജിജു മന്ത്രിയുടെ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞത്, ഒന്ന്, വഖഫ് വസ്തുവകകൾ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, വഖഫ് മാഫിയയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. എന്താണ് ഫലപ്രദമായ നടപടിയെന്നോ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. രണ്ടാമത്, സ്ത്രീ സമൂഹത്തിൻ്റെ നവോത്ഥാനം. യഥാർത്ഥത്തിൽ റഹ്മാൻ ഖാൻ്റെയും ഗുലാം നബി ആസാദിൻ്റെയും JPCയുടെ മുമ്പാകെ ഹാജരായ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, വഖഫ് ബോർഡിനകത്ത് വനിതാ പ്രാതിനിധ്യം നേരത്തെ തന്നെ ഉണ്ട്. ഇവർ പറയുന്നത് വഖഫുൽ ഔലാദ്, ഫാമിലി വഖഫ് ദുർബലപ്പെടും. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്ന്. ഒരിക്കൽ അള്ളാഹുവിന് കൊടുത്ത ഭൂമി ഖിയാമത്ത് നാൾ വരെ വഖഫാണ്. വഖഫുൽ ഔലാദ് സിസ്റ്റം വെച്ച് ഇവർ പറയുന്നത് ഇനി വഖഫിൻ്റെ മരണശേഷം അനന്തരാവകാശികൾക്ക് ശറഈ മാർഗത്തിൽ അവകാശം ചോദിക്കാനാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശറഈനെതിരായ ഒരു സംഗതിയാണ്. പിന്നെ മുനമ്പ് ഇഷ്യൂ സത്യത്തിൽ പൊളിറ്റിക്കലൈസ് ചെയ്യുകയാണ്. മുനമ്പം സിദ്ദീഖ് സെട്ട് ഫറൂഖ് കോളേജിന് കൊടുത്ത ഭൂമി, അത് 67 പിന്നെ വടക്കൻ പറവൂർ സബ് കോടതിയിലെ കേസിനകത്ത് വളരെ കൃത്യമായി ഉപയോഗിച്ച പദമുണ്ട്, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് വഖഫ്. ഫാറൂഖ് കോളേജ് കൊടുത്ത 4 എഫിഡവിറ്റിനകത്ത് ഉപയോഗിച്ചത് ഭൂപരിഷ്കരണ നിയമം ഈ പട്ടിക വസ്തുക്കൾക്ക് ബാധകമല്ലാത്തതും കേന്ദ്ര വഖഫ് നിയമമനുസരിച്ച് വാദിഭാഗ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വസ്തുവകകൾ കിട്ടിയിട്ടുള്ളതും ഇന്നോളം വഖഫായി പെരുമാറിയിട്ടുള്ളതുമാണ് എന്നാണ് അവർ ഉപയോഗിച്ച പദം. സബ് കോർട്ടിൽ ജയിക്കുന്നു, ഹൈക്കോടതിയിൽ ജയിക്കുന്നു, എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു, അവിടുത്തെ സോഷ്യൽ ഫാബ്രിക് ദുർബലമാകുന്ന സാധ്യതകളുണ്ടാകുന്നു. ആ സമയത്താണ് അത് വിൽപ്പന നടക്കുന്നത്. വിൽപ്പന ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പിന്നീട് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു, അനന്തര നടപടികൾ സ്വീകരിക്കപ്പെടുന്നു.
ഇപ്പോൾ പുതുതായി ചർച്ച വന്നപ്പോൾ മെനിയാന്ന് പോലും ട്രിബ്യൂണലിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അവിടെ വസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് നികുതി വെക്കാൻ അനുവാദം കൊടുത്തത് കേരള ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കിയത്. കാരണം അത് വഖഫായതുകൊണ്ടാണ്. പിന്നെ യഥാർത്ഥത്തിൽ കേരളം പോലെയുള്ള വളരെ സാമുദായിക സൗഹൃദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് വഖഫാണ് എന്ന എല്ലാ പരിരക്ഷയും പരിഗണനയും നൽകിക്കൊണ്ട് തന്നെ അത് നിയമത്തിൻ്റെ വൃത്തത്തിനകത്ത് പരിഹരിക്കാൻ സാധിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഡേഴ്സൊക്കെ യോഗം ചേർന്നു. ഇനി സർക്കാർ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, രാമേന്ദ്രൻ നായർ കമ്മീഷൻ. 3 കാര്യമാണ് റഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സിദ്ദീഖ് സെട്ട് ഫറൂഖ് കോളേജിന് നൽകിയ ആധാരപ്രകാരമുള്ള ഭൂമിയുടെ നിലനിൽക്കുന്ന അവസ്ഥ, കടലെത്ര കരയെത്ര എന്നൊക്കെ പരിശോധിക്കപ്പെടണം. രണ്ടാമത്, ഫറൂഖ് കോളേജ് വിറ്റ 3 ആധാരങ്ങളുടെ പേരിൽ ബോണഫൈഡി ഓക്യുപ്പൻസ് ഉപയോഗിച്ച പദം അതാണ്, സത്യസന്ധമായി കൈവശം വെക്കുന്ന ആളുകൾ എത്ര എന്ന് തിട്ടപ്പെടുത്തണം. 3, ഈ പ്രശ്നം നിയമവൃത്തത്തിനകത്ത് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ കൂടി രാമേന്ദ്രൻ നായർ കമ്മീഷൻ വരുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരും. അത് തന്നെയാണ് മുസ്ലിം സംഘടനകളും ആവശ്യപ്പെടുന്നത്. കേരളം പോലുള്ള ഒരു രാജ്യത്ത്, ഒരു സമൂഹത്തിൽ അത് വർഗീയവൽക്കരിക്കാൻ സാഹചര്യം ഉണ്ടാക്കരുത്. സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 26 പ്രകാരം ഏതൊരു മതാടിസ്ഥാന സ്ഥാപനങ്ങൾക്കും അവരുടെ മതപരമായിട്ട് മുന്നോട്ട് പോകാനും അവരുടെ മതങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കാനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ആ ഒരു ഭരണഘടന നൽകുന്ന അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇന്ന് വഖഫ് സ്വത്തുക്കളിൽ വഖഫിൻ്റെ നിയന്ത്രണ സമിതിയിലേക്ക് ഒരു അമുസ്ലിമീങ്ങളായ ആളുകളെയും അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള പുതിയൊരു അവസരം കൊടുക്കുക എന്നുള്ളത്. ഒരു മതത്തിന് മാത്രം, നമുക്കറിയാം ഹിന്ദു ട്രസ്റ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ട്രസ്റ്റുകളിലാണെങ്കിലും അവരെ അഹിന്ദുവായ ഒരാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മുസ്ലിം ട്രസ്റ്റായ വഖഫ് നിയമനത്തിലേക്ക് മാത്രം ആ മുസ്ലിമീങ്ങളെ നിയമിക്കുക എന്നുള്ളത് ഒരു മതത്തെ മാത്രം മുന്നിൽ വെച്ച് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അജണ്ടയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനം എന്താ വെച്ചാൽ, ഒരു മതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വഖഫ് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ധാരാളം ബന്ധമുള്ളതാണ്. ഇപ്പോൾ വഖഫ് ബോർഡിലെ അനുഭവം തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് മക്ബറയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സംവിധാനത്തിൽ മതപരമായ അറിവ്, മതപരമായ നോളജുള്ള ആളുകൾ ഉണ്ടാവണം എന്ന സംഗതി പോലും ട്രിബ്യൂണലിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഈ ഗവൺമെൻറ്. അതോടൊപ്പം സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പള്ളി മദ്രസ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ തീരുമാനിക്കുന്നിടത്ത് നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലോക്സഭയിൽ വളരെ കൃത്യമായി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെ, കെ.സി. വേണുഗോപാലിനെ പോലെ, N.K. പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു മതസ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനങ്ങളിലെ കയ്യേറ്റമാണ്. അവർ കോടതിയിൽ ആർഗ്യ ചെയ്തത്, അവർ ഫാസിസ്റ്റുകൾ ആർഗ്യ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യത്തെ ഞങ്ങൾ തൊട്ട് കളിച്ചിട്ടില്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ കൈവച്ചിട്ടില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ സംവിധാനങ്ങളിൽ മറ്റ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്കും സംവിധാനങ്ങൾക്കും എതിരാണ്. കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് മന്ത്രി കിരൺ റിജിജു പറഞ്ഞ ഒരു കാര്യമായിരുന്നു സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നത് വഖഫ് സ്വത്തുക്കളിൽ കൈ കടത്തുന്നതിന് തടയാനും അതിലുണ്ടാകുന്ന വഖഫ് സ്വത്തുക്കളിലുള്ള കൈക്കടത്തലുകൾ തടയാനും അതിൽ വരുന്ന അഴിമതികളെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇത്തരത്തിൽ വഖഫ് സ്വത്തുക്കളിലെ അഴിമതികളോ അല്ലെങ്കിൽ അതിലുള്ള കയ്യേറ്റങ്ങൾ നടന്നതായിട്ടോ ഒരു കേസ് പോലും ഫയൽ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഹിന്ദു ട്രസ്റ്റുകളിലാണെങ്കിലും ഹിന്ദു ട്രസ്റ്റുകളിൽ നാം നോക്കുമ്പോൾ ഏകദേശം 100-ലേറെ കേസുകൾ അതിലുള്ള കൈക്കടത്തലുകളെക്കുറിച്ച് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയവുമില്ലാത്ത ഒരു കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് വിഷയം ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഈ അഴിമതി എന്ന് പറഞ്ഞ കറപ്ഷൻ എന്ന് പറഞ്ഞത് ഇന്നോളം എൻ്റെ അറിവിലോ എൻ്റെ ദൃഷ്ടിയിലോ ഈ വഖഫ് ബോർഡിലെ കറപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ പോലീസ് വല്ല നടപടിയെടുത്തായിട്ടോ അല്ലെങ്കിൽ വല്ല വിജിലൻസ് അത്തരം സംഗതികളൊന്നും ഇല്ലയെന്ന് തന്നെ പറയാൻ കഴിയും. അതേസമയത്ത് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്താ പറഞ്ഞാൽ, വഖഫ് മാഫിയയിൽ നിന്ന് ചൂഷണമുക്തമാക്കാൻ എന്ന മന്ത്രിയുടെ പ്രസംഗം തെറ്റാണ്. കാരണം ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വന്നപ്പോൾ റഹ്മാൻ ഖാനൊക്കെ പറഞ്ഞത്
യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷന്റെ പിൻബലത്തിൽ രാജ്യത്തിലെ വഖഫ് സ്വത്തുക്കൾ ക്രിയാത്മകമായി, രചനാത്മകമായി, ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ആ പ്രശ്നപരിഹാരം നിലനിൽക്ക് വഖഫ് സ്വത്തുക്കൾ ഡെവലപ്പ് ചെയ്യാനാണ് എല്ലാ പാർലമെന്ററി സമിതികളും തന്നെ നിർദ്ദേശങ്ങൾ തന്നത്. ഒരുപക്ഷെ ഏറ്റവും രസാവഹം റഹ്മാൻ കൊണ്ടുവന്ന നിർദ്ദേശം ഇന്ത്യൻ പാർലമെന്റിൽ ഒരാളുടെ എതിർപ്പില്ലാതെ പാസ്സാകുന്ന സമയത്തും പാർലമെന്റിൽ BJP പ്രാതിനിധ്യമുണ്ട്. ഒരാളുടെ ഡിസെൻഡിങ് ഇല്ലാതെ പാസ്സായില്ല. അത്രയേറെ കർക്കശമായി ഒരു വഖഫ് സ്വത്തും കൈമാറ്റം ചെയ്യാൻ പാടില്ല, ആലിനേറ്റ് ചെയ്യാൻ പാടില്ല, സെയില് പാടില്ല, എക്സ്ചേഞ്ച് പാടില്ല, പണയപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കർക്കശമായ നിർദ്ദേശമാണ് 2013 റഹ്മാൻ ഖാന്റെ അമെന്റ്മെന്റ്. അപ്പോൾ വഖഫ് സ്വത്തുക്കൾ മാഫിയക്ക് വിധേയമാവുകയോ അന്യാധീനപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്യാത്ത നിയമമാണ് നിലവിലുള്ളത്. ആ നിയമത്തെയൊക്കെ ദുർബലമാക്കുന്ന പുതിയ സംഗതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ നിയമത്തിൽ സർവേ കമ്മീഷൻ എടുത്തു പോവുകയാണ്. എന്താണ് അപകടം എന്ന് പറഞ്ഞാൽ, ബാബരി മസ്ജിദ് തകർന്നപ്പോൾ രാജ്യത്തെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്ന നിയമം വന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ നിയമത്തിൻ്റെ ഒരു വകുപ്പ് പറയുന്നത് ബാബരി രാമജന്മഭൂമി ഡിസ്പ്യൂട്ട് ഒഴിച്ച് ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചുള്ള തർക്കവും ഇനി ഒരു കോടതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അതന്ന് പറഞ്ഞത് 47 ഓഗസ്റ്റ് 15 അടിസ്ഥാന ദിനമായി കണക്കാക്കണമെന്നാണ്. ആ ദിനത്തിൽ ആ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ അർദ്ധരാത്രി, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, ആ രാത്രി ആരുടെ കയ്യിലാണോ ആരാധനാലയം, ഹിന്ദുക്കളുടെ കയ്യിലാണെങ്കിൽ അമ്പലമായി, ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് ചർച്ചായി, സിഖുകാരുടെ കയ്യിലാണ് ഗുരുദ്വാരയായി. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, കാശിയിൽ, മധുരയിൽ, വാരാണസിയിൽ, ഗാൻവാപ്പിയിൽ, സംബലിൽ, അജ്മീറിൽ, അങ്ങനെ തുടങ്ങിയ എല്ലായിടത്തും ഈ സംഖ്യകൾ പുതിയ പുതിയ ക്ലെയിമുമായി വരികയാണ്. യഥാർത്ഥത്തിൽ കയ്യേറ്റം നടക്കുന്നത് ഏത് കാലത്താണ്? അപഹരിക്കപ്പെടുന്നത് നടത്തുന്നത് ഏത് കാലത്താണ്? അന്യാധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏത് കാലത്താണ്? ഈ ഭരണകാലത്താണ്. അത് ഇതിൻ്റെതായ രാഷ്ട്രീയമായ സ്വാധീനമുള്ളതുകൊണ്ടും ബുൾഡോസർ രാജി വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ബില്ലുമായി വന്ന ആളുകളാണ് വഖഫിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 100% സുരക്ഷയോടെ പോകുന്ന വഖഫ് സ്വത്തുകൾക്ക് പകരം ഭേദഗതി കൊണ്ടുവരേണ്ടത് ഹിന്ദു ട്രസ്റ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലേക്കല്ലേ ഇത്തരത്തിലുള്ള ഭേദഗതികൾ കൊണ്ടുവരേണ്ടത്. കാരണം അവിടെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളും മറ്റുമായിട്ട് നടക്കുന്നത്. അതെന്നറിയോ, അവരെ സ്വത്തുക്കളുടെ കയ്യേറ്റത്തെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ടത് ആ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. നവീകരണത്തെക്കുറിച്ചും ഒക്കെ പറയേണ്ടത് അവരാണ്. നമ്മൾ മറ്റു സമുദായങ്ങളുടെ വിഷയത്തിൽ നമ്മൾ കൈകെടുത്തിയ അഭിപ്രായം പറയുന്നത് നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിനും മൈത്രിക്കും ഭംഗം വരുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. നമ്മുടെ രാജ്യം അങ്ങനെയാണ്, വളരെ സൗഹാർദ്ദത്തോട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് ആശങ്കപ്പെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഓരോ വിഷയങ്ങളിലും ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് പ്രിവിലേജായി നമ്മൾ കൈവശം വെക്കുന്ന കുറേ റൈറ്റ്സ് ഉണ്ട്. ആ അവകാശങ്ങളെ ഇവർ ചോദ്യം ചെയ്യപ്പെടുന്നു, കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആശങ്കയിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ തളിപ്പറമ്പിലെ ഒരു പള്ളി അത് ക്ഷേത്രത്തിൻ്റെ ഭൂമിയാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. നമ്മൾ ഈ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ടൂളായിട്ട് വഖഫ് ഇന്ന് യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തളിപ്പറമ്പ്, ഞാൻ ആ സർ സെയ്ദ് കോളേജ് കമ്മിറ്റി മെമ്പറാണ്. ഒരിക്കലും തന്നെ അങ്ങനെയല്ല അതിനകത്ത്. അത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായ ഒരു സംഗതി. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായി വന്നപ്പോൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കൊടുത്ത 2 കോളേജാണ് മമ്പാട് കോളേജും തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജും. കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ തലശ്ശേരി കേന്ദ്രീകരിച്ച് അന്നത്തെ സീനിയർ ലോയർ V കാലി സാഹിബ് പ്രസിഡൻ്റായി. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജാണ്. അന്ന് കോളേജ് അനുവദിച്ച് കിട്ടിയപ്പോൾ കോളേജ് സ്ഥാപിക്കാനുള്ള ഭൂമി അന്ന് ബാഫെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ അന്നത്തെ മുത്തവല്ലി KV സൈനുദ്ദീൻ ഹാജി വഖഫ് ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി 99 കൊല്ലത്തെ ലീസിന് നൽകിയതാണ്. 57 കൊല്ലം കോളേജ് വളരെ മനോഹരമായി അഭിമാനത്തോടെ പ്രവർത്തിച്ചു. അതിൻ്റെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ട്. ആ തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണ് ആ തർക്കം തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയാണ്, വഖഫ് ബോർഡാണ്. ആ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് കോളേജിൻ്റെ ഭൂമി വഖഫല്ല എന്ന് കോളേജ് അവകാശപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് തെറ്റായതുകൊണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് അത് തിരുത്താൻ കോളേജ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നോട്ട് വഖഫ് പ്രോപ്പർട്ടി എന്നുള്ളത് നോട്ട് ഡിലീറ്റ് ചെയ്ത് അത് വഖഫാണെന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം
ന്യായമായ 2 കാരണമുണ്ട്. ഒന്ന്, 57 കൊല്ലമായി കോളേജ് വഖഫിന് പണം കൊടുക്കുകയാണ്, വാടക കൊടുക്കുകയാണ്. ഉമർ അലി ശിഹാബ് തങ്ങളുടെ കാലത്തും റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തും വാടക വർദ്ധിപ്പിച്ചതാണ്. ജമാഅത്ത് പള്ളി ഭാരവാഹികളെയും സർ സെയ്ദ് കോളേജിൻ്റെ ഉത്തരവാദപ്പെട്ടവരെയും ഒന്നിച്ചിരുത്തി വാടക വർദ്ധിപ്പിച്ചതാണ്. രണ്ടാമത്തത്, വഖഫ് ബോർഡിലെ തീരുമാനപ്രകാരമാണ് ജമാഅത്ത് പള്ളി വാടക കൊടുത്തത്. പക്ഷേ ഹൈക്കോടതിയിൽ കോളേജ് വാദിച്ച വഖഫല്ല എന്ന വാദം തെറ്റായതുകൊണ്ട് അത് തിരുത്താൻ കോളേജിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചു. നാം എടുത്ത് നോക്കുമ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരുപാട് ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് സമയം അനുവദിച്ചു കൊടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള സമയത്തിനുള്ള ഇളവ് കൊടുത്തതിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമുക്കുള്ളത്? അല്ലെങ്കിൽ കോടതിയല്ലേ, കോടതി വിധി കൽപ്പിക്കപ്പെടേണ്ടത് തീരുമാനിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയത്തിൽ നമ്മളൊരു മുൻകൂട്ടി അഭിപ്രായം പറയരുത്. പക്ഷേ കോടതിയുടെ ഒരു ഡിസ്കഷൻ, ലീഗൽ ഡിബേറ്റിൽ കണ്ടത് നോൺ മുസ്ലിമിനെ ഇൻക്ലൂഷൻ സംബന്ധിച്ച് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചു. യൂസർ വഖഫിനെ സംബന്ധിച്ച് കോടതി ചില സംഗതികൾ ചോദിക്കേണ്ടായി. രജിസ്ട്രേഷൻ സംബന്ധിച്ച് കലക്ടർ സംഗതിയെ ചോദിക്കേണ്ടായി. സെൻട്രൽ ഗവൺമെൻറ് ഏതായാലും 1132 പേജുള്ള അഫിഡവിറ്റ് ഇന്നലെ സമർപ്പിക്കപ്പെട്ടു. എല്ലാ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളോടും കമൻസ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളും കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി മെയ് 5 നടക്കുന്ന ഒരു വൈഡർ ലെവലിലുള്ള ഒരു ഹിയറിങ്ങോടുകൂടി ഇതിൻ്റെ രൂപവും ഭാവവും പുറത്തു വരും. യഥാർത്ഥത്തിൽ കോടതി ഒരു ലീഗൽ സെൻസിൽ ഡിബേറ്റ് ചെയ്ത് എന്ത് തീരുമാനിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം. ഒരു 23 വർഷക്കാലം ഒരു വഖഫ് ബോർഡിൽ പ്രവർത്തിച്ച അംഗം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു 23 വർഷക്കാലത്തിൽ ഏറ്റവും മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാൻ കഴിയും? ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കേരള മുസ്ലിം ഉമ്മത്തുമായി നല്ല ആശയ സംവാദം നടത്താൻ, നല്ല സമ്പർക്കം നടത്താൻ, അവരുമായി ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ബോഡി എന്ന നിലക്ക് മാസത്തിൽ 9 ദിവസം സിറ്റിങ്ങുള്ള ഒരു വളരെ ബൃഹത്തായ ഒരു ജുഡീഷ്യൽ സംവിധാനം എന്നുള്ള നിലക്ക് കേരളത്തിൽ അങ്ങോളമുള്ള വഖഫ് സ്ഥാപനങ്ങളിലെ ഒരുപാട് വിഷയങ്ങൾ, തർക്കങ്ങൾ മാത്രമല്ല, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ആശയപരമായി അങ്ങനെ ഒരുപാട് സംഗതികൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒരു വലിയ അനുഭവ സമ്പത്ത് വഖഫ് ബോർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. പാർലമെൻറ്റ് 2 സഭകളും അത് പാസ്സാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും പരമോന്നത കോടതി പുറപ്പെടുവിക്കുന്ന ഒരു വിധിയെ സംബന്ധിച്ചിട്ടുള്ള പ്രതീക്ഷകളിലാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. നമ്മളെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോട് ഇത്രയും സഹകരിച്ച് വിലപ്പെട്ട സമയത്തിൽ നിന്ന് കുറച്ച് സമയം നമ്മുടെ സാക്ഷിക്ക് വേണ്ടിയിട്ട് മാറ്റിത്തന്ന അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സാറിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സാക്ഷിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മളെ ഇതുവരെ കേട്ടിരുന്ന സഹകരിച്ച നമ്മുടെ ഓരോ പ്രേക്ഷകർക്കും സാക്ഷിയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഇൻഷാ അല്ലാഹ് പാണ്ടിക്കാട് ഹുദവി കോളേജിലെ പുതിയ തലമുറ കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് ഭൗതികവും മതപരവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിനും ഇന്ത്യക്കും മാതൃകയായി നടക്കുന്ന ഹുദവി കോഴ്സ്, അതിലെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ വിഷയവുമായി സംവാദം നടത്താൻ, അവരെ അറിവിൻ്റെ ഒരു വിരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരിക്കാൻ കഴിയുന്ന വിധം ഇങ്ങനെ സംസാരിക്കാൻ ഒത്തുചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഏതായാലും നിങ്ങളുടെ പുതിയ കോളേജിനും ക്യാമ്പസിന് അതിൻ്റെ കോളേജ് യൂണിയൻ പരിപാടികളെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ നന്ദിയും അറിയിച്ചു നിർത്തുന്നു.